നേരത്തെ പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ നമ്മുടെ ഈ സദസ്സിലേക്ക് എത്തുന്നതാണ്. അതിനു മുമ്പായി നമ്മുടെ ഈ നാട്ടിലെ വലിയ സ്ഥാപനമായ അശ്ശരിയ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ സുരുബേൽ ഉസ്താദിന്റെ മകനും കൂടിയായ അശ്ശരി സഖാഫി ഉസ്താദ് അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം, പരിസര നാട്ടിൽ സംബന്ധിച്ചോളം വലിയ ഒരു ഇസ്സത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഖാഫി ഉസ്താദിന് നൽകിയിട്ടുള്ളത്. ദീനിന്റെ പ്രചരണത്തിനു വേണ്ടിയും പ്രവർത്തനത്തിനു വേണ്ടിയും ഒരുപാട് കാലം ദീനി ഖിദ്മത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഉസ്താദ്, അല്ലാഹു നീ ആഫിയത്തുള്ള ദീർഘ ആയുസ് അശ്ശരിയ സഖാഫി ഉസ്താദ് അവർക്ക് നീ നൽകണം റഹ്മാനെ. നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ നാട്ടിലേക്ക് എത്തിയ ഉസ്താദിനെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമ്മോട് സംസാരിക്കാൻ വേണ്ടി ഉസ്താദ് അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. وقال النبي صلى الله عليه وسلم نعمتان مغبون فيهما كثير من الناس الصحة والفراغ. അഭിനന്ദരായ പണ്ഡിതന്മാർ, ഫളൽ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട KMJSYS SSF പ്രവർത്തകർ, അൽഹംദുലില്ലാഹ് എല്ലാ മാസവും ഈ നാടിന്റെ കാവലായി, നമ്മുടെ കാവലായി മഹാന്മാരായ ബദ്ർ ശുഹദാ റളിയല്ലാഹു അൻഹു അവരുടെ മദ്ഹ്, അവരുടെ പേര് പറഞ്ഞു, അവരെ ബഹുമാനം പറഞ്ഞു നടത്തപ്പെടുന്ന മഹ്ളറത്തുൽ ബദ്രിയ, അതിന്റെ വാർഷിക സംഗമത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയും. അഭിവന്യരായ കളസ ഉസ്താദ് നമ്മുടെ ഖൽബിലേക്ക് തട്ടുന്ന രീതിയിലുള്ള ഉപദേശം നമുക്ക് നിർവഹിച്ചു തന്നു. ഇൻഷാ അല്ലാഹ് അല്പസമയം സംസാരിച്ച് നമ്മുടെ സ്പീക്കറായ UT ഖാദർ സാർ ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തോടുകൂടെ ഇന്നത്തെ ഈ സംഗമം ഇവിടെ സമാപിക്കുകയാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ സംഘടന, അതിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ഈ സംരംഭം പരിശുദ്ധമായ സയ്യിദുൽ ശുഹൂറാകുന്ന റമളാൻ മാസം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ആ റമളാൻ മാസത്തിനെ ആദരിക്കാനും ബഹുമാനിക്കാനും റമളാൻ മാസത്തിനെ സ്വീകരിക്കാനും ഒരുങ്ങുന്ന സമയം പരിശുദ്ധമായ ശഅബാൻ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബുൻ ശഹറുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസമാണ്. എന്റെ എന്ന് ഒരാൾക്ക് പറയാൻ പറ്റുക എന്നത് എന്റെ മക്കൾ, അത് എന്റേത് മാത്രമാണ്. എന്റെ ഉമ്മ അത് എന്റേതാണ്. എന്റെ ബാപ്പ അത് എന്റേതാണ്. എന്റെ പെങ്ങൾ അത് എന്റെ സ്വന്തം പെങ്ങളാണ്. എന്റെ ഭാര്യ അത് എന്റേതാണ്. എന്റെ വീട് അത് എന്റേതാണ്. എന്റെ വണ്ടി, എന്റെ വാഹനം, എന്റെ കാറ്, എന്റെ ബൈക്ക് അത് എന്റേതാണ്. ചെറിയ കുട്ടികൾ തമ്മിൽ തന്നെ തല്ലുകൂടുമ്പോ, ചെറിയ രൂപത്തിൽ ഗലാട്ട ഉണ്ടാകുമ്പോ പലപ്പോഴും അവരുടെ വായിൽ നിന്ന്, നാവിൽ നിന്ന് വരുന്നത് അത് എന്റേതാണ്, എന്റേതാണ് എന്ന്. അതുപോലെ
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ മാസമാണ് എന്ന്, എന്റെ രാവുകളും എന്റെ പകലും ആണ് എന്ന് പറഞ്ഞ മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. ആ ശഅബാൻ മാസത്തിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുകയാണ്. ശഅബാൻ മാസത്തിന്റെ പ്രത്യേകത ഉസ്താദ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. ഒന്ന്, നമ്മുടെ അമലുകൾ മുഴുവനും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെട്ട് സ്വീകരിക്കപ്പെടുന്ന മാസമാണ്. പരിശുദ്ധമായ ബറാഅത്ത് രാവ് ഈ ശഅബാൻ മാസത്തിലാണ് വരുന്നത്. ആ രൂപത്തിൽ നമ്മുടെ അമലുകൾ, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, ഇവിടെ ദീനിന്റെ ഇൽമുമായി ബന്ധപ്പെട്ട മദ്രസയുമായി ബന്ധപ്പെട്ട് സംഭാവന ചോദിച്ചപ്പോ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തു, നമ്മൾ സ്വതക്കകൾ നൽകി. 10,000 നൽകിയവരുണ്ട്, 5,000 നൽകിയവരുണ്ട്, 3,000 നൽകിയവരുണ്ട്, 2,000 നൽകിയവരുണ്ട്, അങ്ങനെ പല രൂപത്തിലും നൽകിയവർ. അതൊക്കെ ഒരു സൽക്കർമ്മമാണ്. അത് മറ്റുള്ള രാവുകളിലും മറ്റുള്ള പകലുകളിലും മറ്റുള്ള മാസങ്ങളിലും നൽകുന്നതിനേക്കാൾ അപ്പുറം ഈ ശഅബാൻ മാസത്തിൽ നൽകുമ്പോ എന്റെ മാസമാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ മാസത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മുഴുവൻ അമലുകളും ഒരു നിലയിൽ തൂക്കപ്പെടുകയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന സമയമാണ് ശഅബാൻ മാസം. അതിന്റെ പുറമെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാകുന്ന, എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാകുന്ന ഒരു മാസം കൂടിയാണ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആദ്യ കാലഘട്ടങ്ങളിൽ അവിടുത്തെ ഖിബല മക്കയിലേക്കായിരുന്നു, കഅബയിലേക്കായിരുന്നു. കുറച്ച് സമയം കഴിയുമ്പോ അള്ളാഹുവിന്റെ തീരുമാനം വന്നു, ഇനി നിങ്ങളുടെ ഖിബല അത് കഅബയിൽ നിന്ന് മാറ്റിയിട്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിക്കണം, മസ്ജിദുൽ അഖ്സയിലേക്ക് മാറ്റണം എന്ന നിർദ്ദേശം വരികയാണ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബ്ബിന്റെ തീരുമാനമെന്ന നിലയിൽ അതിനെ അംഗീകരിക്കുകയാണ്. അംഗീകരിച്ചെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഖിബല ഒന്ന് മക്കയിലേക്ക് ആയാൽ, ഖിബല ഒന്ന് എന്റെ ജന്മനാട്ടിലേക്ക് ആയാൽ, ഖിബല ഒന്ന് കഅബയിലേക്ക് ആയാൽ നന്നായിരുന്നു എന്ന ഒരു ആശ, നന്നായി അതാ അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന ഒരു ആഗ്രഹം ഖൽബിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ദിവസങ്ങൾ അങ്ങനെ ആ ആഗ്രഹത്തോടുകൂടെ, ആഴ്ചകൾ ആ ആഗ്രഹത്തോടുകൂടെ, മാസങ്ങൾ ആ ആഗ്രഹത്തോടുകൂടെ, അങ്ങനെ മാസങ്ങൾ അങ്ങനെ വർഷങ്ങൾ അങ്ങനെ നീങ്ങി. ഒരു ദിവസം അവിടുന്ന് നിസ്കരിക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുകയാണ്. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഓ നബിയേ, നിങ്ങളെ ഖൽബിലുള്ള ആഗ്രഹവും ആശയവും നമ്മൾ പൂർത്തിയാക്കുകയാണ്. നിങ്ങളെ മനസ്സിലുള്ള ആശ പോലെ, നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം പോലെ ഇനി നിങ്ങളുടെ നാടാകുന്ന മക്കയിലുള്ള കഅബയിലേക്ക് നിങ്ങൾ ഖിബലയായി തിരിയാം, ഖിബലയായി സ്വീകരിക്കാം. ആ ആയത്ത് ഇറങ്ങിയത് ഈ ശഅബാൻ മാസത്തിലാണ്. അപ്പൊ നമ്മുടെ ആശകളും ആഗ്രഹങ്ങളും ഉമ്മമാരെ അത് പൂർത്തിയാകുന്ന, അത് വീട്ടപ്പെടുന്ന മാസമാണ് ശഅബാൻ. ഉമ്മമാരെ, ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങളെ മനസ്സിലില്ലേ? ബാല്യക്കാരത്തികളെ നിങ്ങളെ മനസ്സിലില്ലേ? ബാല്യക്കാരെ നിങ്ങളെ മനസ്സിലില്ലേ? നാട്ടുകാരെ നിങ്ങളെ മനസ്സിലില്ലേ? എന്തെല്ലാം ആഗ്രഹങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്, എന്തെല്ലാം ആശകളാണ് നമ്മുടെ മനസ്സിലുള്ളത്, എന്തെല്ലാം ഉദ്ദേശങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്. ആ ആഗ്രഹങ്ങൾ മുഴുവനും അല്ലാഹ് പരിഗണിക്കാൻ ഏറ്റവും ഉതകുന്ന മാസമാണ് ശഅബാൻ മാസം. അതുകൊണ്ട് തന്നെ ഈ മാസത്തില് നമ്മുടെ ഖൽബിലുള്ള കാര്യങ്ങള്,
പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ, പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ, അങ്ങനെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ, സീരിയസ് ആയ കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ, മനസ്സിന്റെ ഉള്ളിലുള്ള ബേജാറിന്റെ കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ, മനസ്സിന്റെ ഉള്ളിലുള്ള സന്തോഷത്തിന്റെ കാര്യം ഉണ്ടാകുമല്ലോ. എല്ലാ കാര്യങ്ങളും റബ്ബിലേക്ക് പറയാൻ പറ്റുന്ന, അത് സ്വീകരിക്കപ്പെടാൻ 100% സാധ്യതയുള്ള മാസമാണ് ശഅബാൻ മാസം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ രാത്രിയിൽ നിന്ന് വ്യത്യസ്തമായി, സാധാരണ രാവുകളിൽ നിന്ന് വ്യത്യസ്തമായി, അവിടുത്തെ സാധാരണ ഫർളുകളും മറ്റുമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇബാദത്തിന്റെ റൂമിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് നിസ്കരിക്കുകയാണ്. എങ്ങനെയുള്ള നിസ്കാരമാണ്? എന്റെ നിസ്കാരം പോലെ അല്ല, നിങ്ങളെ നിസ്കാരം പോലെ അല്ല, എന്റെ ഖിയാമ് പോലെ അല്ല, നിങ്ങളെ ഖിയാമ് പോലെ അല്ല, എന്റെ റുകൂഉ പോലെയോ എന്റെ സുജൂദ് പോലെയോ അല്ല, നിങ്ങളുടെ റുകൂഉം സുജൂദുകളും പോലെ അല്ല. നീണ്ട സമയം അങ്ങോട്ട് നിസ്കരിക്കുകയാണ്. ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കൈകെട്ടിയിട്ട് ദുആഉൽ ഇഫ്തിതാഹ് ഓതിയിട്ട് ഫാത്തിഹ ഓതിയിട്ട് അവിടുന്ന് ഓതുന്ന സൂറത്തുകൾ ഖുൽ ഹുവല്ലാഹ് അല്ല, സൂറത്തുൽ കൗസർ അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ മുഅവ്വിദത്തൈനിയെ പോലെയുള്ള സൂറത്തുകളല്ല, അല്ലെങ്കിൽ സൂറത്തു തബാറക്കയെ പോലെ നമുക്ക് വലുതായി തോന്നുന്നതുമല്ല, അതിനേക്കാളും വലിപ്പമുള്ള സൂറത്തുൽ ബഖറ ഓതുകയാണ്, സൂറത്തു ആലി ഇംറാൻ ഓതുകയാണ്. ഇരുന്ന ഇരുത്തത്തില്, ചെയ്ത സുജൂദുകളില്, അതുപോലെ റുകൂഉകളില് നീണ്ട തസ്ബീഹുകൾ അങ്ങട്ട് ചൊല്ലുകയാണ്, നീണ്ട തസ്ബീഹുകൾ അങ്ങട്ട് ചൊല്ലുകയാണ്. അവിടുന്ന് നീണ്ട നിസ്കാരം നടത്തിയപ്പോ, നീണ്ട നൃത്തം നിന്നപ്പോ, നീണ്ട സുജൂദ് നടത്തിയപ്പോ അവിടുത്തെ ശരീരത്തിന് ക്ഷീണം വന്നു, അവിടുത്തെ കൈകാലുകൾക്ക് ചെറിയ കടച്ചല് വന്നു. അവിടുന്ന് സുജൂദിൽ നിന്ന് ഉയരുമ്പോ അവിടുന്ന് കൈകാല് കടഞ്ഞിട്ട് ബാലൻസുമെല്ലാം തെറ്റിയിട്ട് വീഴാൻ ഒരുങ്ങുന്ന രൂപത്തിലാകുമ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ചോദ്യം, ഖദ് ഗഫർത ലക മിൻ ദംബിക മാ തഖദ്ദമ വമാ തഅഖർ. ഓ നബിയേ, തങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, തങ്ങളെ ജീവിതത്തിൽ ഒരു ഏറെക്കുറോടിയും വന്നിട്ടില്ലല്ലോ, തങ്ങളെ ജീവിതത്തിൽ ഒരു ഫാൾട്ടും വന്നു പോയിട്ടില്ലല്ലോ, തങ്ങളെ ജീവിതത്തിൽ ഒരു ഹറാമ് പോയിട്ട് ഒരു കറാഹത്ത് പോലും വന്നിട്ടില്ലല്ലോ, തങ്ങളെ കണ്ണോ അതുപോലെ ശുദ്ധിയുള്ള കണ്ണ് വേറെ ആർക്കും ഇല്ലല്ലോ, തങ്ങളെ നാവോ അതുപോലെ സംശുദ്ധമായ നാവ് വേറെ ആർക്കും ഇല്ലല്ലോ, തങ്ങളെ കൈകാലുകളെ പോലെ ശുദ്ധിയുള്ള കൈകാലുകൾ വേറെ ആർക്കും ഇല്ലല്ലോ. അതിന്റെ പുറമേ ഖബറിലെത്തുമ്പോ എല്ലാവർക്കും നേതൃത്വം തങ്ങളല്ലേ, മഹ്ശറയിലെത്തുമ്പോ എല്ലാവരും പേടിച്ചു നിൽക്കുമ്പോ, എല്ലാ അമ്പിയാക്കളും ഭയന്ന് നിൽക്കുമ്പോ, എല്ലാ മലക്കുകളും പേടിച്ചു നിൽക്കുമ്പോ, എല്ലാ വലിയ വലിയ മഹത്തുക്കളും പേടിച്ചു നിൽക്കുമ്പോ, എനിക്ക് ശുപാർശ കിട്ടണം, എനിക്ക് രക്ഷ കിട്ടണം, എനിക്ക് ശഫാഅത്ത് കിട്ടണം, അതിന് അർഹതയുള്ളത് തങ്ങൾക്കല്ലേ. അശ്ശഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ ഇല്ലായ സയ്യിദി ഖൈറൻ നബി. ഓ ഹബീബായ തങ്ങളെ, തങ്ങളല്ലേ അതിന് ഉതകുന്നത്. എല്ലാവരും ബേജാറാകുമ്പോ ശഫാഅത്ത് കൊടുക്കുന്നത് തങ്ങളല്ലേ. വെള്ളമില്ലാതെ, അവിടെ യാതൊരു വെള്ളത്തിന്റെ സംവിധാനങ്ങളുമില്ലാതെ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി 4 ഭാഗത്തും നെട്ടോട്ടമോടുമ്പോ ഇന്നാ അഅ്തൈനാകൽ കൗസർ, ആ ഹൗദുൽ കൗസർ ആകുന്ന വെള്ളം പാലിനേക്കാൾ വെളുപ്പുള്ള, തേനിനേക്കാൾ മധുരമുള്ള,
വെള്ളം കുടിച്ചാൽ പിന്നെ ദാഹം വരാനില്ലല്ലോ, പിന്നെ ബച്ചല് വരാനില്ലല്ലോ, പിന്നെ വിശപ്പ് വരാനില്ലല്ലോ, പിന്നെ ക്ഷീണം വരാനില്ലല്ലോ. ആ രൂപത്തിലുള്ള ഹൗലുൽ കൗസർ കൊടുക്കുന്ന ഇന്നനാനർജു ഇലാ കസി ഹൗലിക ലിൽ അത്ഷ് യൗമ നശരി കിതാബിയ സയ്യിദി ഖൈറൻ നബി. ഹബീബായ തങ്ങളാണല്ലോ സ്വർഗമുദ്ഘാടനം ചെയ്യുന്നത്, തങ്ങളാണല്ലോ എല്ലാവരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് തങ്ങളാണല്ലോ. ഇത്ര കൂടുതൽ ആഖിറത്തിൽ അധികാരമുള്ള, ഇത്ര കൂടുതൽ ആഖിറത്തിൽ പവറുള്ള എല്ലാ അമ്പിയാക്കളുടെയും മുകളില്, എല്ലാ മലായിക്കത്തിന്റെയും മുകളില്, എല്ലാ മഹാന്മാരുടെയും മുകളില്, എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും മുകളില് വലിയ പവറോടുകൂടെ നിൽക്കുന്ന തങ്ങൾ എന്തിനാണ് ഇത്ര കൂടുതൽ അധ്വാനിക്കുന്നത്? ഈ പാതിര സമയത്ത് കൈകാലുകള് വിഷമിപ്പിക്കുന്ന രീതിയില്, അവിടുത്തെ ആരോഗ്യത്തിന് ഭംഗം വരുന്ന രീതിയില് എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത്? വലമതു സുന്നതമൻ അഹ്യല്ലാലമായില അനിസ്തകത് ഖദമ ഹുല്ലുറ മിൻ വറമി. തങ്ങൾ എന്തിനാണ് ഇത്ര കൂടുതൽ ഭംഗം വരുന്നത്, ഇത്ര കൂടുതൽ പാടുപെടുന്നത്, ഇത്ര കൂടുതൽ കഷ്ടം വരുന്നത്? ഒന്ന് കിടന്നൂടെ നബിയെ, ഒന്ന് വിശ്രമിച്ചുകൂടെ നബിയെ, ഒന്ന് റെസ്റ്റ് എടുത്തുകൂടെ നബിയെ, ഒന്ന് റാഹത്തായിക്കൂടെ നബിയെ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ പഞ്ചിക്കല്ലിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, ഓ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഓ ഉമ്മമാരെ, ഹബീബായ തങ്ങളെ മറുപടി എന്താണ്? ഓ ആയിഷ, നീ പറയുന്നതൊക്കെ ശരിയാണ്. നീണ്ട സമയമായി ഞാൻ ഇവിടെ ഇബാദത്ത് ചെയ്യുന്നു, നീണ്ട സമയമായി ഞാൻ നൃത്തത്തിലാണ്, നീണ്ട സമയം ഞാൻ ഈ സുജൂദിലാണ്, നീണ്ട സമയം ഞാൻ റുകൂഇലാണ്. ഇത്ര കൂടുതൽ നീ പറയുന്നത് പോലെ എനിക്ക് കിടക്കാൻ ആശയില്ലാഞ്ഞിട്ടല്ല, എനിക്ക് വിശ്രമിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് ഉറങ്ങാൻ പൂതിയില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഓ ആയിഷ, എന്റെ യജമാനനായ റബ്ബ്, ശഅബാൻ മാസമാണല്ലോ മോമിനീങ്ങളെ, ഉമ്മമാരെ, ബറാഅത്ത് രാവല്ലേ നമ്മുടെ മുന്നിൽ വരുന്നത്, റമളാനല്ലേ നമ്മുടെ മുന്നിൽ വരുന്നത്. ബാല്യക്കാരെ, കഴിഞ്ഞത് കഴിഞ്ഞുപോയി. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം, ഒരുപാട് ഹറാമുകൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാകാം, ഒരുപാട് മോശത്തരങ്ങൾ ജീവിതത്തിൽ നടമാടിയിട്ടുണ്ടാകാം, ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ആയിട്ടുണ്ടാകാം. എങ്കിലും ഇനി നല്ല നാളുകളാണല്ലോ നമ്മുടെ മുന്നിൽ വരുന്നത്. ഇനിയുള്ള സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണല്ലോ. ഇനിയുള്ള സെക്കൻഡുകൾ അത് വിലമതിക്കാനാവാത്തതാണ്. ഇനിയുള്ള മിനിറ്റുകൾ അത് വിലമതിക്കാനാവാത്തതാണ്. ഇനിയുള്ള മണിക്കൂറുകൾ അത് വിലമതിക്കാനാവാത്തതാണ്. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, കഴിവിന്റെ പരമാവധി റബ്ബിലേക്ക് നമ്മൾ മടങ്ങുക, റബ്ബിലേക്ക് നമ്മൾ അടുക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറുപടി, അഫലാ അകൂന അഹബ്ബ ഇലൈഹി അബ്ദൻ ശകൂറാ. ആയിഷ, എനിക്ക് കാണാൻ കണ്ണ് തന്ന റബ്ബ്, എനിക്ക് കേൾക്കാൻ കാത് തന്ന റബ്ബ്, എനിക്ക് സംസാരിക്കാൻ നാവ് തന്ന റബ്ബ്, എനിക്ക് പിടിക്കാൻ കൈകൾ തന്ന റബ്ബ്, എനിക്ക് യാത്ര ചെയ്യാൻ കാലുകൾ തന്ന റബ്ബ്, എനിക്ക് ചിന്തിക്കാൻ ഖൽബ് തന്ന റബ്ബ്. ആ റബ്ബിലേക്ക് അകൂന അഹബ്ബ ഇലൈഹി അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടയോ?
ഞാൻ ഒരു നന്ദിയുള്ള അടിമയാവണ്ടയോ? ജീവിതത്തിൽ ഒരു തെറ്റുകുറ്റം ചെയ്യാത്ത, ജീവിതത്തിൽ ഒരു ഏറെക്കുറോടി പോലും ചിന്തിക്കാത്ത, കളവ് പറയുക എന്ന് മാത്രമല്ല കളവാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറയാത്ത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഒരു നന്ദിയുള്ള അടിമയാവണ്ടയോ? എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് ഞാനൊരു നന്ദിയുള്ള ശുക്ർ ചെയ്യുന്ന അടിമയാവണ്ടയോ? മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കണം. അല്ലാഹു നമുക്ക് തന്ന നിഅമത്തുകൾ, നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ, നമുക്ക് ചെയ്തു തന്ന സൗകര്യങ്ങൾ, നമുക്ക് തന്ന ഓരോരോ സൗലത്തുകൾ, നമുക്ക് തന്ന ഓരോരോ സന്തോഷങ്ങൾ, നമുക്ക് തന്ന ഓരോരോ റാഹത്തുകൾ, നമുക്ക് തന്ന ഓരോരോ നിഅമത്തുകൾ, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. ആലോചിച്ച് റബ്ബിലേക്ക് മടങ്ങുക, റബ്ബിലേക്ക് അടുക്കുക. പരിശുദ്ധമായ റമളാനാണ് മുന്നിലേക്ക് വരുന്നത്. അത് റഹ്മത്തിന്റെ 10 വേറെ തന്നെ ഉണ്ടല്ലോ. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. എൻ്റെ കുടുംബങ്ങളിൽ നിന്റെ കാരുണ്യം വേണമല്ലോ, എൻ്റെ മക്കളിൽ പ്രത്യേകം വേണമല്ലോ, എൻ്റെ ഭാര്യയിൽ പ്രത്യേകം വേണമല്ലോ, ഉമ്മമാരെ നിങ്ങളെ ഭർത്താക്കന്മാരിൽ വേണമല്ലോ, താമസിക്കുന്ന വീട്ടിൽ അള്ളാന്റെ റഹ്മത്ത് വേണമല്ലോ, ജീവിതങ്ങളിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് വേണമല്ലോ, കൃഷിയിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് വേണമല്ലോ, അതുപോലെ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് വേണമല്ലോ, കുടിക്കുന്ന വെള്ളത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം വേണമല്ലോ. അതിനു വേണ്ടി അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, അത് ദുആ ചെയ്യാനുള്ള 10 നമ്മുടെ മുന്നിൽ വരുന്നത്. തെറ്റ് വന്നുപോയി, ഹറാമ് വന്നുപോയി, ദോഷങ്ങൾ ചെയ്തു പോയി, ഏറെക്കുറോടികൾ വന്നുപോയി. അതുകൊണ്ട് എന്റെ തെറ്റുകുറ്റങ്ങളെ നീ മാപ്പ് ചെയ്യണം അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അതിനുവേണ്ടി അല്ലാഹ് എത്ര സെക്കൻഡുകളാണ് റമളാനിൽ നമുക്ക് നിശ്ചയിച്ചത്. സെക്കൻഡിന്റെ എണ്ണമനുസരിച്ച് ദുആ ചെയ്യുമ്പോ, മിനിറ്റിന്റെ എണ്ണമനുസരിച്ച് ദുആ ചെയ്യുമ്പോ, മണിക്കൂറിന്റെ എണ്ണമനുസരിച്ച് ദുആ ചെയ്യുമ്പോ അത് തന്നെ നമുക്ക് ധാരാളം മതി. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. എന്റെ ദോഷങ്ങൾ നീ മാപ്പ് ചെയ്യണം അല്ലാഹ്, എന്റെ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പ് ചെയ്യണം അല്ലാഹ് എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് ദുആ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല റമളാന് നമ്മുടെ മുന്നിൽ വരികയാണ്. നരകം അത് നമ്മൾ വിചാരിച്ചതുപോലെയല്ല, നരകം നമ്മൾ ആലോചിച്ചതുപോലെയല്ല. ഞാൻ കൂടുതൽ ഇവിടെ നീട്ടുന്നില്ല. നരകം നമ്മൾ ചിന്തിച്ചതുപോലെയല്ല. ഉമ്മാ, നരകം ഭീകരമാണ്, നരകം ഭയാനകരമാണ്. ബാല്യക്കാരെ, നരകം ഭീകരമാണ്, നരകം ഭയാനകരമാണ്. നരകത്തിന്റെ അവസ്ഥ എന്താണ്? നരകത്തിൽ കടന്നവർ, എനിക്കല്ല നരകം വിധിച്ചിട്ടുണ്ടെങ്കിൽ അല്ല നമ്മളെ നരകത്തിൽ നിന്ന് കാത്തു സലാമത്താക്കുമാറാവട്ടെ, നിങ്ങളെയും കാത്തു സലാമത്താക്കുമാറാവട്ടെ. നമ്മൾ പ്രസംഗം കേട്ടതുപോലെയല്ല, നമ്മൾ വഅലിൽ കേട്ടതുപോലെയല്ല, ആരെങ്കിലും പറഞ്ഞു തന്നതുപോലെയല്ല, നരകത്തിലേക്ക് ഇടുകയാണ്. എങ്ങനെയുള്ള തീയാണ്? നമ്മുടെ ഇന്ന് കാണുന്ന അടുപ്പിലുള്ള തീ പോലെയുള്ള തീ അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ സ്ഥലങ്ങളിലുള്ള കുണ്ടാരത്തിലുള്ള തീ പോലെയല്ല. നമ്മളെ ഏതെങ്കിലും അമേരിക്കയിൽ കണ്ട, അമേരിക്കയിൽ പിടിക്കപ്പെട്ട തീ പോലെയല്ല. അതിനേക്കാളും ശക്തിയുള്ള തീ. ഒറ്റ സെക്കൻഡ് കൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ ഉള്ള വസ്തുക്കളെ ചട്ട് ചാമ്പലാക്കാൻ ധൈര്യപ്പെടുത്തുന്ന വല്ലാത്ത രൂപത്തിലുള്ള തീ. ആ തീയിലേക്ക്, ആ അഗ്നികുണ്ടാരത്തിലേക്ക് എന്നെ ഇടുമ്പോ എന്റെ കൈ മുഴുവനും കത്തിക്കരിയുകയാണ്, എന്റെ കാലുകൾ മുഴുവനും കത്തിക്കരിയുകയാണ്, എന്റെ കുടൽമാല മുഴുവനും കത്തിക്കരിയുകയാണ്, എന്റെ എല്ലുകളും നിങ്ങളെ എല്ലുകളും മുഴുവനും കത്തിക്കരിയുകയാണ്, എന്റെ എല്ലാ നരമ്പുകളും കത്തിക്കരിയുകയാണ്. തല മാത്രമല്ല തലച്ചോറ് മുഴുവനും അങ്ങട്ട്
കത്തിക്കരിഞ്ഞ് ചാമ്പലാകുകയാണ്, അങ്ങട്ട് കത്തിച്ചാമ്പലാകുകയാണ്, വേദന കൊണ്ട് പിടക്കുകയാണ്. അത് ഒരു സെക്കൻഡ് അല്ല, അത് ഒരു മിനിറ്റ് അല്ല, അതൊരു മണിക്കൂറല്ല, അതൊരു ദിവസമല്ല, അതൊരാഴ്ചയല്ല, അതൊരു മാസമല്ല, അതൊരു വർഷമല്ല, വർഷങ്ങളോളം അങ്ങട്ട് കത്തിക്കരിയുകയാണ്. വർഷങ്ങളോളം അത് ആ രൂപത്തിൽ കത്തിക്കരിഞ്ഞ് അത് ചാമ്പലായി ചാമ്പലായി കത്തിക്കരിഞ്ഞ് ചാമ്പലായി നിൽക്കുകയാണ്. പിന്നെ കുറെ കഴിയുമ്പോ വിരലുകൾ കത്തി ഭസ്മമായി, കൈകൾ ഭസ്മമായി, കാലിന്റെ വിരലുകൾ ഭസ്മമായി, കാലുകൾ ഭസ്മമായി, ശരീരത്തിന്റെ എല്ലും മുള്ളും ഒക്കെ ഭസ്മമായി, അത് മുഴുവനും കത്തിച്ചമ്പലായി, അത് മുഴുവനും ഭസ്മമായി കഴിഞ്ഞാൽ ചിലപ്പോ ചിലർ വിചാരിക്കും തീർന്നു പോയല്ലേ, ഭസ്മമായല്ലേ, കത്തിക്കരിഞ്ഞു പോയല്ലേ. അങ്ങനെയല്ല നരകത്തിന്റെ അവസ്ഥ. അവനെ ഒറിജിനലി രണ്ടാമത് മനുഷ്യനാക്കുകയാണ്, രണ്ടാമതും ഒറിജിനലാറ്റി മനുഷ്യനാക്കുകയാണ്, നല്ല ഒറിജിനലായ മനുഷ്യരൂപത്തിലേക്ക് കൊണ്ടുവരികയാണ്. കൈകാലുകളും ശരീരങ്ങളും ഒറിജിനലാറ്റിയായി വരുത്തുകയാണ്. അങ്ങനെ ഒറിജിനലായി വന്നിട്ട് പിന്നെയും തീയിലേക്ക് ഇടുകയാണ്, പിന്നെയും കത്തിക്കുകയാണ്, പിന്നെയും കരിക്കുകയാണ്, പിന്നെയും ഭസ്മമാക്കുകയാണ്. കൈകൾ തീയിലേക്ക് വീഴുമ്പോ, കാലുകൾ തീയിലേക്ക് വീഴുമ്പോ, ശരീരത്തിന്റെ ഭാഗങ്ങൾ തീയിലേക്ക് വീഴുമ്പോ, തലച്ചോറ് തീയിലേക്ക് വീഴുമ്പോ അത് മുഴുവനും കത്തിക്കരിഞ്ഞ് പിന്നെയും മാസങ്ങളോളം വർഷങ്ങളോളം കത്തി ഭസ്മമാകുകയാണ്, പിന്നെയും ഒറിജിനലായി മനുഷ്യനാക്കുകയാണ്. ഇത് ഒരു ആണിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരു പെണ്ണിനെ സംബന്ധിച്ചാണ്. അങ്ങനെ എത്ര വർഷങ്ങൾ, എത്ര വർഷങ്ങൾ, അത് 100 വർഷമാണോ, അത് 1000 വർഷമാണോ, അത് ലാക്ക് കണക്കിന് വർഷമാണോ, അത് കോട്ടിക്കണക്കിന് വർഷമാണോ അറിയില്ല. പിന്നെയും 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 അങ്ങട്ട് കരിക്കുകയാണ്, പിന്നെയും പിന്നെയും കത്തിക്കുകയാണ്, പിന്നെയും പിന്നെയും ഭസ്മമാക്കുകയാണ്. വല്ലാത്ത രൂപത്തിൽ നിലവിളിക്കുകയാണ്. ഒരു ഭാഗത്ത് തലച്ചോറ് മുഴുവനും പതക്കുകയാണ്, വെന്ത് ഉരുകുകയാണ്, കൈകാലുകൾ മുഴുവനും കത്തിച്ചാമ്പലാകുകയാണ്. ആ ശരീരത്തിന്റെ വയറിന്റെ ഉള്ളിലുള്ള കുടൽമാലകളിലേക്ക് തീ വന്നിട്ട് കത്തിച്ചാമ്പലാകുകയാണ്. ആ സമയത്ത് വലിയ വലിയ പാമ്പുകള്, ആ പാമ്പിന്റെ വായിൽ തീകട്ട ഉണ്ട്, അതങ്ങട്ട് വന്നിട്ട് തീകട്ടയുള്ള പല്ലുകൊണ്ടുള്ള പല്ലിന്റെ പകരം തീകട്ടയുള്ള ആ പാമ്പ് വന്നിട്ട് അവിടുന്ന് കണ്ണ് കൊത്തിപ്പറിക്കുകയാണ്. കണ്ണിന്റെ ഉള്ളിലേക്ക് പാമ്പ് വന്നിട്ട് കൊത്തിപ്പറിക്കുകയാണ്, മൂക്കിന്റെ ദ്വാരത്തിലേക്ക് വന്ന് കൊത്തിപ്പറിക്കുകയാണ്. അതുപോലെ അതുപോലെ തൊണ്ടന്റെ ഭാഗത്ത് മുഴുവനും കൊത്തിപ്പറിക്കുകയാണ്, വേദന കൊണ്ട് പിടക്കുകയാണ്. എന്ന് പറഞ്ഞു നിലവിളിക്കുകയാണ്. അപ്പോഴാണ് മലക്ക് വരുന്നത്. നരകത്തിന് ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ടല്ലോ, ഖാസിനുന്നാരിഹി, മലക്ക് ഉണ്ടല്ലോ, മലക്ക് മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം. അവര് വരികയാണ്. നോക്കുമ്പോ ആ നരകത്തിൽ ഞാൻ ഉണ്ടെങ്കിൽ നരകത്തിലുള്ളവർ മുഴുവനും കരയുകയാണ്. യാ മാലിക് ഖദ് നളജതു മിൻഹൽ ജുലൂദ് ഖദ് ബദ്ദൽനാ ഗൈറ തബ്ദീൽ. ഓ മാലിക്കേ, ഞങ്ങളെ തൊണ്ട പൊട്ടിപ്പോയി, ഞങ്ങളെ തലച്ചോറ് പതപതച്ചു പോയി, തലച്ചോറ് കരിഞ്ഞുപോയി, കൊടൽമാലകൾ മുഴുവനും ഭസ്മമായി പോയി, കൈകാലുകൾ മുഴുവനും കരിഞ്ഞുപോയി. ഓ മാലിക്കേ, തൊണ്ട പൊട്ടുന്നു, ഒരിറ്റ് വെള്ളം വേണമല്ലോ, ദാഹിച്ചു കഴിയുന്നില്ല, ദാഹിച്ചു കഴിയുന്നില്ല. ചായ കൊണ്ടുവരാൻ അവിടെ ആരുമില്ലല്ലോ, ജ്യൂസ് കൊണ്ടുവരാൻ അവിടെ ആരുമില്ലല്ലോ, പെപ്സി കൊണ്ടുവരാൻ അവിടെ ആരുമില്ലല്ലോ.
വെള്ളം കൊണ്ടുവരാൻ അവിടെ ആരുമില്ലല്ലോ, സൂചി കൊണ്ടുവരാൻ ആരുമില്ലല്ലോ. വല്ലാത്ത രൂപത്തിൽ വെന്തുരുകുന്ന ശരീരം, പൊള്ളിയിട്ട് കത്തിക്കരിഞ്ഞ തോലുകളെ കൊണ്ടുള്ള ശരീരം, കണ്ണുകൾ മുഴുവനും ചൂഴ്ന്ന് പാമ്പുകൾ വലിച്ചു എടുത്ത് കൊത്തിക്കൊണ്ടുപോയ ശരീരം, കാതിന്റെ ഉള്ളിലേക്ക് തീകട്ടയുള്ള കണ്ണുകളുള്ള തീകട്ടയുള്ള പല്ലുകളുള്ള പാമ്പുകൾ വന്നിട്ട് മുഴുവനും പറിച്ചെടുത്തിട്ട് കാതുകൾ മുഴുവനും കൊത്തിപ്പറിച്ചു കൊണ്ടുപോകുന്ന ശരീരത്തിന്റെ ഭാഗത്തുള്ള നാവ് കൊണ്ടാണ് ഞാൻ കരഞ്ഞു പറയുന്നത്, ഒരിറ്റ് വെള്ളം വേണം. യാ മാലിക് ഖദ് നളജതു മിൻഹൽ ജുലൂദ്. തൊണ്ട പൊട്ടിപ്പോയി, ദാഹിച്ചു വല്ലാത്ത വിഷമത്തിലാ. പക്ഷേ മാലിക് അലൈഹിസ്സലാം നോക്കുകയില്ല. വാളിന് രീതിയുണ്ടോ ശൈലിയുണ്ടോ അതൊന്നും ചിന്തിക്കേണ്ടതില്ല. ഇനി വരുന്നത് റമളാനാണ്. ആ നരകം നിന്റെ മുന്നിലുണ്ട്, ആ നരകം നിങ്ങളെ മുന്നിലുണ്ട്, ആ നരകം എന്റെ മുന്നിലുണ്ട്. മരണം എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. ഹാഫിദ് അനസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി, ഹാഫിദ് അനസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട കുട്ടിയുടെ മരണം ഇവിടെ നൗഫൽ ഉസ്താദ് പറഞ്ഞില്ലേ? അദ്ദേഹം വലിയ ഭാഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. വയസ്സെത്ര? 80 അല്ലല്ലോ, 60 അല്ലല്ലോ, 40 അല്ലല്ലോ, 30 അല്ലല്ലോ, 20 മാത്രം വയസ്സുള്ള ചെറുപ്പക്കാരൻ. എങ്കിലും അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനിലെ ഒരു ഹർഫ് മാത്രം പഠിച്ചവനല്ലല്ലോ, ഒരു ആയത്ത് മാത്രം പഠിച്ചവനല്ലല്ലോ, ഒരു ആയത്ത് മാത്രം പഠിച്ച ആളല്ലല്ലോ, ഒരു സൂറത്ത് മാത്രം പഠിച്ച ആളല്ലല്ലോ. ഇങ്ങ് സൂറത്തുൽ ഫാത്തിഹ തുടങ്ങിയിട്ട് അങ്ങ് സൂറത്തുൽ നാസ് വരെ 114 സൂറത്ത് ആ ഹാഫിദ് അനസ് പഠിച്ചില്ലേ? അത് മനപ്പാഠമാക്കിയില്ലേ? അത് ദൗറ് ചെയ്തില്ലേ? ആ ആയത്തുമായി ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കരൾ സംബന്ധമായ രോഗത്തിനടിമപ്പെട്ട് ആഴ്ചയിൽ 2, 3, 4 ഡയാലിസിസ് നടത്തുമ്പോഴും മരുന്ന് കഴിക്കുമ്പോഴും ട്രീറ്റ്മെന്റ് നടത്തുമ്പോഴും പൈപ്പുകൾ മാറ്റുമ്പോഴും രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് സഹിക്കവയ്യാതെ ബുദ്ധിമുട്ടുമ്പോഴും ആ കുട്ടി ആയത്ത് രസമായി, ആയത്തുകൾ രസമായി, സൂറത്തുകൾ ഹരമായി, ജുസുകളൊക്കെ വലിയ സന്തോഷമായി ഹാഫിദ് അനസ് കൊണ്ട് നടന്നില്ലേ? ഇന്നലെ മഗ്രിബിന് ഞാൻ ആ കുട്ടിയുടെ വീട്ടിലേക്ക് തഅസിയത്തിന് പോയി. ആ കുട്ടിയുടെ ജ്യേഷ്ഠൻ ദാറുൽ അശ്ശരിയിൽ പഠിച്ച ഒരു റിളവാൻ ഹിമമി സഖാഫി അശ്ശരിയിൽ എന്റെ അടുത്ത് പഠിച്ച വിദ്യാർത്ഥിയാണ്. ആ കുടുംബത്തിനെ ദുആ ചെയ്ത് സമാശ്വസിപ്പിക്കുമ്പോ അവിടുന്ന് കുടുംബങ്ങൾ പറഞ്ഞത് ഹാഫിദ് അനസ് അവന്റെ ഒരു ആഗ്രഹമായിരുന്നു, ജീവിതത്തിൽ എനിക്ക് 20 വയസ്സ് ആയിട്ടേ ഉള്ളുവെങ്കിലും എന്റെ പ്രായപൂർത്തിയായ അന്ന് മുതൽ ഇന്ന് വരെ തെറ്റുകൾ വന്നിട്ടുണ്ടാകുമല്ലോ, ഏറെക്കുറോടികൾ വന്നിട്ടുണ്ടാകുമല്ലോ, കുറ്റങ്ങൾ വന്നിട്ടുണ്ടാകുമല്ലോ. ഒരു നിലയിൽ വർഷങ്ങളോളം രോഗവുമായി ബന്ധപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ വലിയ ദോഷങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. എങ്കിലും ബേജാറോടുകൂടെ പറഞ്ഞത്, അങ്ങനെ എന്റെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും സുൽത്താനുൽ ഉലമ ഉസ്താദിനെ ഒന്ന് കണ്ടാൽ, അവിടെ നിന്ന് ദ്വാരപ്പിച്ചാൽ, അവിടെ നിന്ന് ദ്വാരന്നാൽ അടുത്ത് നടക്കുന്ന മുഹിമ്മാത്ത് സമ്മേളനത്തിൽ സുൽത്താനുൽ ഉലമ ഉസ്താദ് വരുമ്പോ എന്നെ കൊണ്ടുപോയാൽ എന്റെ ദോഷങ്ങൾ പൊറുക്കും, എന്റെ ഏറെക്കുറോടികൾ മാപ്പ് ചെയ്യും അല്ലാഹു, എന്റെ തെറ്റുകുറ്റങ്ങൾ മാപ്പ് ചെയ്യുമെന്ന് മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് കുടുംബത്തിനോട് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ വീട്ടിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, വീട്ടിൽ മാത്രം താമസിക്കുന്ന രൂപത്തിലായിരുന്നു. മരിക്കുന്നതിന്റെ 1, 2 ദിവസമാണ് ചെറിയ രൂപത്തിലുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി എറണാകുളത്ത് പോകുന്നത്, അവിടെ മരണപ്പെടുന്നത്. പക്ഷേ ആ കുട്ടി ഇവിടെ മരണപ്പെടാതെ, ഈ നാട്ടിൽ മരണപ്പെടാതെ ഖൽബിന്റെ ഉള്ളിലുള്ള ആശയാണ് ഔലിയാക്കളെ ബന്ധമുള്ള
സാലിഹീങ്ങളെ ബന്ധമുള്ള മഹാന്മാരെ ബന്ധമുള്ള ഇന്ന് ശരീഅത്തിന്റെ വിഷയത്തിൽ ഏറ്റവും വലിയ ശൈഖ് ആരാണെന്ന് ചോദിച്ചാൽ, ഇന്ന് ത്വരീഖത്തിന്റെ വിഷയത്തിൽ ഏറ്റവും വലിയ ശൈഖ് ആരാണെന്ന് ചോദിച്ചാൽ, എല്ലാ ആലിമീങ്ങളും മഹാന്മാരും എല്ലാ ഖൽബിൽ ഇഖ്ലാസോടുകൂടെ നിൽക്കുന്ന മുഅ്മിനീങ്ങളും സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ പേര് പറയുന്നെങ്കിൽ ആ സുൽത്താനുൽ ഉലമ ഉസ്താദ് ആ കുട്ടിക്ക് വേണ്ടി ദ്വാരക്കുന്നതാണ് നമ്മൾ കണ്ടത്. അവിടുത്തെ കണ്ണുനീര് വന്നതാണ് നമ്മൾ കണ്ടത്. അവിടുന്ന് ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും ഒരുമിച്ച് കൂട്ടി മയ്യത്ത് നിസ്കരിക്കുന്നതാണ് കണ്ടത്. അതല്ലേ വലിയ ഭാഗ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഉമ്മ, മരണം എപ്പോഴാണെന്നറിയില്ല. ബാപ്പമാരെ, മരണം എപ്പോഴാണെന്നറിയില്ല. വമൻ നസലത് ബിസാഹതിഹിൽ മനയാ ഫലാ അർളുൻ തഖീഹി വലാ സമാഉ. ഒരു ആകാശത്തിനും മരണത്തിനെ തടുക്കാൻ കഴിയില്ലല്ലോ, ഒരു ഭൂമിക്കും മരണത്തിനെ തടുക്കാൻ കഴിയില്ലല്ലോ, ഒരു കോട്യാധിപതിക്കും മരണത്തിനെ തടുക്കാൻ കഴിയില്ലല്ലോ, ആർക്കും മരണത്തിനെ തടുക്കാൻ കഴിയില്ലല്ലോ. ആ രൂപത്തിൽ മരണം വന്നാൽ എനിക്ക് നരകത്തിനെ കണ്ടുമുട്ടേണ്ടി വന്നാലോ, എന്നെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാലോ, എന്നെ നരകത്തിന്റെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞാലോ, അവിടെയുള്ള തീക്കട്ടയുള്ള കണ്ണുകളും തീക്കട്ടയുള്ള പല്ലുകളെ കൊണ്ട് പാമ്പുകൾ എന്നെ കൊത്തിപ്പറിച്ചാലോ. ഉമ്മമാരെ, ബാല്യക്കാരിത്തികളെ, ബാല്യക്കാരെ, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു വിഷയം വന്നാലോ അത് വേണ്ടല്ലോ. അതിനു വേണ്ടിയാണ് നമ്മുടെ റമളാന് നമ്മുടെ മുന്നിൽ വരുന്നത്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ. എന്റെ തോല് മുഴുവനും ഭസ്മമാക്കുന്ന, എന്റെ കൈകൾ മുഴുവനും കത്തിച്ചാമ്പലാക്കുന്ന, എന്റെ ശരീരം മുഴുവനും കൊത്തിപ്പറിക്കുന്ന, വല്ലാതെ രീതിയിൽ ശിക്ഷിക്കപ്പെടുന്ന ആ നരകം മാലിക് അലൈഹി വസ്സലാമിനെ കാണുമ്പോ ഞാൻ കരഞ്ഞിട്ട് പറയും, നിങ്ങൾ കരഞ്ഞിട്ട് പറയും, സഹിക്കുന്നില്ല, സാധിക്കുന്നില്ല, എന്നെ കൊണ്ട് കഴിയുന്നില്ല, ഇവിടെ എന്നെ കൊണ്ട് സുധാരിക്കാൻ കഴിയുന്നില്ല. ഒന്നും വേണ്ട, ഒരിറ്റ് വെള്ളം മതി, ഒരിറ്റ് തണ്ണി മതി. അതൊരു ബോട്ടലിൽ വേണമെന്നില്ല, ഒരു ചെമ്പിൽ വേണമെന്നില്ല, ഒരു ഗ്ലാസ്സിലും മതി എന്ന് പറയുമ്പോ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ ഇല്ലാ ഹമീമൻ വസ്സാഖാ ജസാഅൻ വിഫാഖാ ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ വകذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا. നരകത്തിന്റെ മലക്ക് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി, ഒരിറ്റ് തണ്ണിക്ക് വേണ്ടി ചോദിക്കുമ്പോ അവിടുന്ന് വെള്ളം കിട്ടൂല, അവിടുന്ന് തണ്ണി കിട്ടൂല, അവിടുന്ന് ചായ കിട്ടൂല, അവിടുന്ന് സോജി കിട്ടൂല, അവിടുന്ന് ഒന്നും കിട്ടൂല. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ. തണുപ്പ് വെള്ളമില്ല, കുടിവെള്ളമില്ല, ഒന്നുമില്ല. മറിച്ച് അവിടുന്ന് മാലിക് അലൈഹി വസ്സലാം വർഷങ്ങളോളം അവിടുന്ന് വർഷങ്ങളോളം അങ്ങോട്ട് ചോദിക്കുമ്പോ അവിടുന്ന് തരുന്നത് എന്താണ്? ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, അവിടുന്ന് തരുന്നത് ഇല്ലാ ഹമീമൻ വഗസ്സാഖാ, ചീഞ്ചലം നിറക്കപ്പെട്ട വെള്ളമാണ്. വല്ലാത്ത കാഷ്ടങ്ങളെ മിക്സ് ചെയ്യപ്പെട്ട, മൂത്രങ്ങളെ മിക്സ് ചെയ്യപ്പെട്ട, ബടക്ക് ബ്ലഡുകളെ മിക്സ് ചെയ്യപ്പെട്ട, ബടക്ക് ശരീരങ്ങളിൽ നിന്ന്, മുറിവുള്ള ശരീരങ്ങളിൽ നിന്ന്, രോഗമുള്ള ശരീരങ്ങളിൽ നിന്ന് വന്ന എല്ലാ ബടക്ക് ദുർഗന്ധങ്ങളും മിക്സ് ചെയ്യപ്പെട്ട വെള്ളം മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അതിന്റെ കൂടെ നരകത്തിന്റെ കാഠിന്യമുള്ള തീയിനെ വെക്കുകയാണ്. തീകട്ടയും ആ വെള്ളത്തിൽ വെക്കുകയാണ്. ഫദൂഖൂഹു ഫലൻ നസീദകും ഇല്ലാ അദാബാ. നിങ്ങൾ അതിനെ രുചിച്ചോ, നിങ്ങൾ അതിനെ കുടിച്ചോ,
നരകത്തിലുള്ള നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് മാലിക് അലൈഹി വസല്ലം തരുമ്പോ ഇത് നല്ല വെള്ളമാണ്, ഇത് വിശപ്പ് തീരുന്ന വെള്ളമാണ്, ഇത് ദാഹം തീരുന്ന വെള്ളമാണ്, ഇത് ക്ഷീണം തീരുന്ന വെള്ളമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ വെള്ളം കുടിക്കുമ്പോ തൊണ്ട മുഴുവനും കത്തിക്കരിഞ്ഞു പോകുകയാണ്, കൊടൽമാലുകൾ മുഴുവനും കത്തിക്കരിഞ്ഞു പോകുകയാണ്. ആ നരകം നമ്മുടെ മുന്നിലുണ്ട്, ആ നരകം നമ്മുടെ മുന്നിലുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റമളാനിന്റെ ഒരു ഭാഗം നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ, എന്നെ നരകത്തിൽ നിന്ന് കാക്കണം അല്ലാഹ്. ഒരു തീപ്പട്ടിക്കൊള്ളി കൊണ്ട് ഒരച്ചാൽ അതിന്റെ ചൂട് പോലും ഏൽക്കാൻ കഴിവ് എനിക്കില്ല, ത്വാഖത്ത് എനിക്കില്ല, അതിന്റെ ആഫിയത്ത് എനിക്കില്ല. ഈ ഭയാനകരമായ നരകത്തിലിട്ട് എന്നെ കത്തിക്കല്ല അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യാനുള്ള മാസമാണ് പരിശുദ്ധമായ റമളാൻ മാസം. ഒന്നുകൂടി അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അത് കേവലം ഉസ്താദന്മാര് പറയുമ്പം നമ്മൾ പറയാനുള്ളതല്ല, പറയാൻ മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ ഒരു സദസ്സിൽ ദ്വാരക്കുമ്പോ ചെല്ലാനുള്ളത് മാത്രമല്ല, മറിച്ച് അതിന്റെ അർത്ഥമറിഞ്ഞ് ഖൽബ് പൊട്ടി കണ്ണിൽ നിന്ന് വെള്ളം വന്ന് റബ്ബിനോട് പറയണം, അല്ലാഹുമ്മ പടച്ചവനെ ഇന്നക അഫ്വുൻ, നീ മാപ്പ് ചെയ്യുന്നവനാണ്. മാപ്പ് ചെയ്യുക എന്നത് ആർക്കും പറ്റും. ഒരു ബാപ്പ ഉമ്മക്ക് മാപ്പ് ചെയ്യും, ഒരു ബാപ്പ മക്കൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കും, ഒരു ഉമ്മ മക്കൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കും, ഒരു ഉസ്താദ് ശിഷ്യന്മാർക്ക് മാപ്പ് ചെയ്തു കൊടുക്കും, ഒരു നേതാവ് അനുയായിക്ക് മാപ്പ് ചെയ്തു കൊടുക്കും. പക്ഷേ തെറ്റുകൾ വന്നാൽ അവിടുന്ന് മാപ്പ് കൊടുക്കുമ്പോ പല കണ്ടീഷനുകളും ഉണ്ടാകും, പല ഡിമാൻഡുകളും ഉണ്ടാകും. റബ്ബങ്ങനെയല്ല, ഇന്നക അഫ്വുൻ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്. ഓ പെണ്ണേ, നീ റബ്ബിന്റെ മുന്നിൽ നിന്നിട്ട് ഈ ദുആ ചെയ്യുമ്പോ എന്റെ തെറ്റുകുറ്റങ്ങള്, എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഹറാം കണ്ടുപോയി, കാതുകൊണ്ട് ഹറാം കേട്ടുപോയി, നാവ് കൊണ്ട് ഹറാം സംസാരിച്ചു പോയി, കൈകളെ കൊണ്ട് ഹറാം പിടിച്ചുപോയി, കാലുകളെ കൊണ്ട് ഹറാമിലേക്ക് നീങ്ങിപ്പോയി, ഖൽബുകളെ കൊണ്ട് ഹറാം ചിന്തിച്ചു പോയി. അങ്ങനെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഒരുപാടുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസ്ലൽ ലിദി ഉഖ്മി. റബ്ബിലേക്ക് നല്ല തൗബയോടുകൂടെ, റബ്ബിലേക്ക് നല്ല പശ്ചാത്താപത്തോടുകൂടെ അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങാൻ പറ്റുന്ന സമയമാണ്. ഇന്നക അഫ്വുൻ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, ഫഅഫു അന്നി, എനിക്ക് മാപ്പ് തരണം അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ അവസരമുള്ള മാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ദുആ ചെയ്യുമ്പോ ദുആ ചെയ്യേണ്ട വിഷയം ഒന്ന്, ഈ ശഅബാൻ നിന്റെ മാസമാണ്, ഈ ശഅബാൻ നിന്റെ മാസമാണ്. അതിന്റെ പുറമെ ഈ ശഅബാനിന്റെ ഒന്നുകൂടി ഓർമ്മ വന്നതുകൊണ്ട് പറയട്ടെ, ഈ ശഅബാൻ ബാല്യക്കാരെ മനസ്സിൽ ഇതിരിക്കട്ടെ, ബാല്യക്കാരത്തികളെ മനസ്സിലും ഇരിക്കട്ടെ. ഈ ശഅബാൻ അത് ശഹ്റു സ്വലാത്താണ്, സ്വലാത്തിന്റെ മാസമാണ്. അത് വിശദമായി പറയേണ്ട വിഷയമാണ്. ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ എന്ന് പറയുന്ന ആയത്ത് ഇറങ്ങിയ മാസമാണ്. ഞാൻ പറഞ്ഞു വന്നത് അതൊക്കെ നീണ്ട വിഷയമാണ്, അതിലേക്ക് കടക്കുന്നില്ല. സ്വലാത്ത് ധാരാളം പതിവാക്കേണ്ട മാസമാണ് ശഅബാൻ. സ്വലാത്ത് ധാരാളം പതിവാക്കേണ്ട രാവാണ് ശഅബാൻ. സ്വലാത്ത് ധാരാളം പതിവാക്കേണ്ട പകലുകളാണ് ശഅബാൻ. കാരണം ശഅബാനു ശഹ്രി, എന്റെ മാസമെന്ന് മുത്തുനബി പറഞ്ഞത്
ഒന്ന് ഈ സ്വലാത്തുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സ്വലാത്തുകൾ ധാരാളം ബാല്യക്കാര് ചൊല്ലണം, ബാല്യക്കാരുത്തികൾ ചൊല്ലണം. സ്വലാത്ത് ചൊല്ലിയാൽ അലിക്കുഞ്ഞി ഉസ്താദിന്റെ മുമ്പിൽ ഒരു കുടുംബം വന്നിട്ട് പറഞ്ഞു, ഇതെന്റെ മകളാണ്, ഹോസ്പിറ്റലിലേക്ക് ടെസ്റ്റിന് പോയപ്പോ 3 സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്, അവിടെ നിന്ന് എന്ത് ചെയ്തു, ക്യാൻസർ കഴിഞ്ഞിട്ടുണ്ടെന്ന് വേദനയോടെ ബേജാറോടുകൂടെ പറയുമ്പോ മഹാനായ അലിക്കുഞ്ഞി ഉസ്താദ് പറഞ്ഞത്, സ്വലാത്ത് മരുന്നാണ്, സ്വലാത്ത് മരുന്നാണ്. നാവിന്റെ ക്യാൻസർ മാറാൻ, ശരീരത്തിന് ആഫിയത്ത് കിട്ടാൻ, രോഗങ്ങൾ മാറാൻ, വിഷമങ്ങൾ മാറാൻ, പ്രയാസങ്ങൾ മാറാൻ സ്വലാത്ത് ധാരാളം മതി. അതുകൊണ്ട് തന്നെ ധാരാളം സ്വലാത്ത് ചൊല്ലണം. ഇൻഷാ അല്ലാഹ് കൂടുതലായി നീട്ടാതെ ഒറ്റൊരു സംഭവം അതുമായി ബന്ധപ്പെട്ടത് പറഞ്ഞ് നമ്മുടെ അഭിവന്യരായ സ്പീക്കർ സർ നമ്മുടെ വേദിയിലേക്ക് ഏതാനും നിമിഷം കടന്നു വരികയാണ്. നമ്മുടെ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്. എല്ലാവരും സദസ്സിലേക്ക് കടന്നു വരിക. ഒറ്റൊരു വാക്ക് നിങ്ങളോട് പറയുന്നു, സ്വലാത്ത് ധാരാളം ചൊല്ലണം. അൽഹംദുലില്ലാഹ് നമ്മുടെ അഭിവന്യരായ സ്പീക്കർ യു.ടി. ഖാദർ സാർ അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. എല്ലാവരും സദസ്സിലേക്ക് കടന്നു വരിക. അൽഹംദുലില്ലാഹ് നമ്മുടെ നാടിന്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സമുദായത്തിന് വലിയ അഭിമാനമായ നേതൃത്വം കൂടിയാണ് പ്രിയപ്പെട്ട യു.ടി. ഖാദർ സാർ. അദ്ദേഹം സ്പീക്കർ സ്ഥാനത്തുള്ള ആളാണ്. ഒരു നിലയിൽ നമ്മുടെ എല്ലാ മിനിസ്റ്റർമാരും, നമ്മുടെ ചീഫ് മിനിസ്റ്റർ അടക്കം സർ എന്ന് വിളിച്ചിട്ട് അഭിസംബോധനം ചെയ്യുന്ന സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തി. ഒരു കാലത്ത് അദ്ദേഹം പഞ്ചായത്തിന്റെ മെമ്പർ മാത്രമായി പഞ്ചായത്തിന്റെ പരിധിയിൽ പ്രവർത്തിച്ചു. അവിടുന്ന് പഞ്ചായത്തിന്റെ സ്ഥാനത്തേക്ക് കടന്നു വന്നു. ശേഷം ഓരോരോ സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് തേടി വന്നു. ശേഷം MLA ആയി, ശേഷം മിനിസ്റ്ററായി. ഇപ്പോഴും യു.ടി. ഖാദർ സാറിന് ഓർമ്മ ഉണ്ടാകും, MLA ആയി കഴിഞ്ഞതിന് ശേഷം ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് മഹാനായ സുരുവേൽ ഉസ്താദിന്റെ മഖ്ബറ സിയാറത്തിന് വന്ന് അന്നവിടെ സുരുവേൽ അശ്അരിയിലുള്ള യതീമക്കളും മുതഅല്ലിമീങ്ങളൊക്കെ അവിടുന്ന് ദുആ ചെയ്തു, വലിയൊരു സ്ഥാനത്തേക്ക് എത്തണം എന്ന് ദുആ ചെയ്തു. പലരും ദുആ ചെയ്തു, അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകും. പിന്നീട് അദ്ദേഹം മിനിസ്റ്ററായി, പിന്നീട് അദ്ദേഹം നമ്മുടെ ദക്ഷിണ കന്നഡയുടെ വലിയ ഉസ്തുവാരിയായി, ഇപ്പം നമ്മുടെ കർണാടകയുടെ സ്പീക്കറായി. എങ്കിലും അന്ന് പഞ്ചായത്ത് മെമ്പർ ഉള്ള അതേ സ്വഭാവമാണ്. പഞ്ചായത്ത് മെമ്പർ ഉണ്ടാകുമ്പോ എങ്ങനെയാണ് യു.ടി. ഫരീദ് എന്ന് പറയുന്ന വലിയ മാന്യനായ ഉമറാക്കളിൽ പ്രഗൽഭനായ എല്ലാ ആലിമീങ്ങളും ബഹുമാനിക്കുന്ന നല്ലൊരു മനുഷ്യൻ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അവരെ മകനായി നിൽക്കുമ്പോ എങ്ങനെയാണ് ഇടപെടുന്നത്, എങ്ങനെയായിരുന്നു പണക്കാരെ കാണുമ്പോ, എങ്ങനെയായിരുന്നു പാവപ്പെട്ടവരെ കാണുമ്പോ, എങ്ങനെയായിരുന്നു ആലിമീങ്ങളെ കാണുമ്പോ. ഇന്ന് സ്പീക്കർ സ്ഥാനത്തെത്തുമ്പോഴും സ്ഥാനങ്ങളെത്തുമ്പോ സ്വഭാവം മാറുന്ന കാലഘട്ടമാണ്. സ്ഥാനങ്ങളെത്തുമ്പോ മുഖം ചേഞ്ച് ആകുന്ന കാലഘട്ടമാണ്. അതിൽ നിന്ന് വെറൈറ്റിയായി, വ്യത്യസ്തമായി യു.ടി. ഖാദർ സാറിനെ നമ്മൾ വിചാരിച്ചു MLA ആയാലും ഇനി നമുക്ക് കിട്ടൂല. പക്ഷെ യഥാർത്ഥത്തിൽ MLA ആയതിനു ശേഷമാണ് കൂടുതലായി നമുക്ക് അദ്ദേഹത്തിന് ലഭിച്ചത്. ശേഷം അദ്ദേഹം മിനിസ്റ്ററായപ്പോ ഈ ഭാഗത്തുള്ള നമ്മളൊക്കെ കരുതിയത് ഇനി മിനിസ്റ്റർ ഒരിക്കലും നമ്മളെ കണ്ണുകൊണ്ട് കാണൂല. പക്ഷെ മിനിസ്റ്റർ ആകുമ്പോഴാണ് കൂടുതലായി നമുക്ക് സൗഭാഗ്യം ലഭിച്ചത്. വളരെ സില്ലിയായി ഇദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് വന്നു. ശേഷം സ്പീക്കറായി അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നമുക്ക് അഭിമാനവും സന്തോഷവും ഉണ്ടാകുമ്പോഴും ഇനി എല്ലാ സ്ഥലങ്ങളിലും എത്തേണ്ട ആളാണല്ലോ, മറ്റു രാഷ്ട്രങ്ങളിലേക്ക് പോകേണ്ട ആളാണല്ലോ, ഇനി സ്റ്റേറ്റുകളിലേക്ക് പോകേണ്ട ആളാണല്ലോ. ഇനി എങ്ങനെയാണെന്ന് പറയുമ്പോൾ ഈ ചെറിയ പരിപാടിയിൽ, ഈ കുഗ്രാമത്തിൽ, പഞ്ചിക്കൽ എന്ന് പറയുന്നത് കേവലം 50 വീടുകൾ മാത്രമുള്ള ഒരു ജമാഅത്താണ്. സയ്യിദ് ഫളൽ കോയമ്മ തങ്ങൾ ഖുറത്തുസ് സാദാത്ത് തങ്ങളെ വലിയ ബഹുമാനിക്കുന്ന, മഹാന്മാരെ ബഹുമാനിക്കുന്ന നാൾ. ഈ നാട്ടിലേക്ക് ഈ രാത്രിയിലും അൽഹംദുലില്ലാഹ് എത്തിയത് വലിയ സന്തോഷമാണ്. ഇനി ചട്ടക്കല്ലിൽ തങ്ങളടുത്തൊരു പരിപാടി ഉണ്ട്. ഞാൻ അവിടെ സ്പീക്കർ സാറ് വരുന്നത് വരെ എന്നോട് പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ പറഞ്ഞു കുറച്ച് വൈകും. പിന്നെ ഞാൻ പിറ്റന്നാള് അന്വേഷിക്കുമ്പോൾ പറഞ്ഞു രാത്രി പാതിര സമയത്ത്, തഹജ്ജുദിന്റെ സമയത്ത് 1 മണിക്ക് എന്തോ വന്നു പോയി എന്നാണ് ഉണ്ടാക്കിയത് തങ്ങൾ പറഞ്ഞത്. ആ രൂപത്തിൽ
ഏകദേശം വാഗ്ദത്തം പറഞ്ഞാൽ വാഗ്ദത്തം 99% പാലിക്കാൻ കഴിയാൻ വലിയ പവറല്ല, അതൊരു തൗഫീഖാണ്. അത് അള്ളാഹു കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. അള്ളാഹു ആ തൗഫീഖ് കൊടുത്തിട്ടുണ്ട്, ഇനിയും അത് നിലനിർത്തുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഒറ്റൊരു വിഷയം, ഒറ്റ മിനിറ്റ് കൂടുതൽ നീട്ടുന്നില്ല. എല്ലാ ഉമ്മമാരോടും എല്ലാ സഹോദരന്മാരോടും പറയുന്നത്, നമ്മളും അതുപോലെ നാടിന്റെ സ്വത്താണ്, സമൂഹത്തിന്റെ സ്വത്താണ്, രാജ്യത്തിന്റെ സ്വത്താണ്. നമ്മളാണ് ഇനിയും വലിയ നേതൃത്വങ്ങളിലേക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ സമയങ്ങൾ അത് ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ ടൈമുകൾ അത് ഇമ്പോർട്ടന്റ് ആണ്. ആ ടൈമുകളെയൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് അനാവശ്യങ്ങളും ആഭാസങ്ങളും തോന്നിവാസങ്ങളും മാറ്റിയിട്ട് മൊബൈലുകളിലുള്ള എല്ലാ രീതിയിലുള്ള അനാവശ്യങ്ങളും നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ സമയങ്ങൾ നാടിന്, സമൂഹത്തിന്, ജനങ്ങൾക്ക്, പള്ളികൾക്ക്, മദ്രസകൾക്ക്, സ്ഥാപനങ്ങൾക്ക്, പാവങ്ങൾക്ക്, ദീനിന് ഉപകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഷഅബാന് ധാരാളം നമ്മൾ മുതലാക്കണം. ഈ ബറാഅത്ത് രാവ് അത് നമ്മൾ ധാരാളം മുതലാക്കണം. റമളാന് ധാരാളം മുതലാക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ അഭിവന്ദരായ യൂട്ടി ഖാദർ സാർ നമ്മുടെ വേദിയിൽ എത്തിയതിലുള്ള സന്തോഷം, ഇത്ര വലിയ തിരക്ക് പിടിച്ച സമയത്തും അവർ എത്തിയതിലുള്ള സന്തോഷം, ഈ ജമാഅത്തിന്റെ, ഈ നാടിന്റെ, ഇവിടുത്തെ SSFന്റെ, ഇവിടുത്തെ മറ്റ് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുടെ പരമായുള്ള എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഒരുപാട് വലിയ വലിയ അഭിവന്ദരായ നേതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട താജുൽ ഫുഖഹാ ബേഖൽ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ, നമ്മുടെ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വം കൂടിയായ പ്രിയപ്പെട്ട ജലീൽ സാഹിബ്, റസാഖ് സാഹിബ്, അങ്ങനെ മറ്റു ഒരുപാട് നമ്മുടെ യൂട്ടി ഖാദർ സാറിന്റെ അടക്കമുള്ള ഒരുപാട് വലിയ വലിയ നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ അള്ളാഹു സമൂഹത്തിന് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി ആഫിയത്തോടുകൂടെ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും സന്തോഷം നൽകാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഇവിടെ ഇനി സംസാരിച്ചാൽ അത് സാറിന് വിഷമമായി പോകുമോ എന്ന രീതിയിൽ സംസാരം നിർത്തട്ടെ. ദുആ വസിയത്തോടെ ഈ സംരംഭത്തിന് സുരുബൈൽ ദാറുൽ അശ്ശരിയ എന്ന സ്ഥാപനം, ഈ നാടിന്റെ ഈ ഭാഗത്തുള്ള ഇവിടെയുള്ള ഏകദേശം വിദ്യാർത്ഥികളും നമ്മുടെ സ്ഥാപനത്തിന് ഇംഗ്ലീഷ് മീഡിയയിലുള്ള കുട്ടികളും കൂടിയാണ്. ഈ ഭാഗത്തുള്ള ഒരുപാട് കുട്ടികളൊക്കെ അവിടെ വരുന്നുണ്ട്. ആ സ്ഥാപനത്തിന്റെ അഭ്യുതകാംക്ഷികളും സഹകാരികളുമാണ്. ഇപ്പോൾ തന്നെ 800 കൂടുതൽ വിദ്യാർത്ഥികൾ അവിടെ ഇംഗ്ലീഷ് മീഡിയയിൽ തന്നെ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ആ സ്ഥാപനവുമായുള്ള ബന്ധപ്പെട്ട എല്ലാ സഹകരണത്തിലും ഈ നാട്ടുകാർ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫസൽ മീഡിയ അൽഹംദുലില്ലാഹ് ഈ വിഷയം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചെറിയ വാക്കിൽ നമ്മുടെ ഖത്തീബ് ഉസ്താദ് സ്വാഗതം ആശംസിക്കും. ശേഷം യൂട്ടി ഖാദർ സാർ നമ്മോട് സംവദിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.